ഒഹായോ ഗൊസൈമസ്, എല്ലാവർക്കും മറ്റൊരു പുതിയ പോഡ്കാസ്റ്റ് എപ്പിസോഡിലോട്ട് സുസ്വാഗതം. ചാപ്റ്റർ 4 ഇതുവരെ നോട്ടപ്പോൾ പേര് വന്നിട്ടില്ല, അതൊരു അൺടൈറ്റിൽഡ് ആണ് ആസ് എ ഫോൾ നൗ. ഏതായാലും പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. ഏതായാലും അതിനു മുന്നേ കഴിഞ്ഞിറങ്ങിയ ചാപ്റ്റർ 3 അത്യാവശ്യത്തിന് കോൺട്രവേഴ്ഷ്യലും അതിനേക്കാൾ പിന്നെ ഞാൻ കുറേ കാര്യങ്ങൾ അതിലൂടെ അനലൈസ് ചെയ്യാറുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല റെസ്പോൺസ് തന്നതിന് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു. പിന്നെ അതേപോലെ അത്യാവശ്യം പലർക്കും ഡൈജസ്റ്റബിൾ ആവാത്തൊരു ടോപ്പിക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ കുറവുകളുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലൂതറിൻ്റെ ചിന്തകളാണ്. അപ്പം ഓരോ ആഴ്ച ഉണ്ടാവുന്ന ഒരു ചിന്തകളായിരിക്കും ഉണ്ടാവുക. മേ ബി സം കൈൻഡ് ഓഫ് വിയേർഡ് ആയിരിക്കാം. ഏതായാലും ഇന്നത്തെ എപ്പിസോഡിലോട്ട് വരാം. വൺ ഓഫ് ദ വീക്കസ്റ്റ് അല്ലെങ്കിലും ഒരു വിയർഡസ്റ്റ് പാർട്ടിലൂടെയാണ് നമ്മുടെ കഥാനായകൻ ലൂതർ പോയോണ്ടിരിക്കുന്നത്. അയാൾ ഇതുവരെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു സാധനം അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനാണ്. ഏതായാലും അയാളത് സർവേ ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള റിക്കവറി പരിപാടികളൊക്കെ അയാൾ സ്റ്റാർട്ടായിട്ടുണ്ട്. ഏതായാലും ഇന്നിങ്ങനെ ഇന്നൊരു ടോപ്പിക്ക് എത്രത്തോളം ലെങ്ത് ആവുമെന്ന് എനിക്കറിയില്ല. ഒന്നും പ്ലാൻഡ് പോലുമല്ല. മനസ്സൊന്ന് ഫീൽ ചെയ്യണത് പറയാൻ വെച്ചു. ഏതായാലും ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് തന്നെ തുടങ്ങാം. നിങ്ങളൊരു പ്രശ്നത്തിൻ്റെ ഇടയിലാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു പ്രശ്നക്കാരനാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു പ്രശ്നക്കാരൻ്റെ എന്തെങ്കിലും പ്രശ്നം ഏറ്റെടുത്ത ഒരാളാണ്. എന്തെങ്കിലും മേ ബി ഒരു സിറ്റുവേഷൻ നടക്കണം, അല്ലെങ്കിൽ ഒരു സിനാരിയോ നടന്നുകൊണ്ട് വെക്കുകയാണ്. നിങ്ങളോട് തന്നെ ചോദിക്കണം, നിങ്ങളതിൽ എത്രത്തോളം നിങ്ങളത് രണ്ടാളും അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പം അത് ഏറ്റുമേടിച്ചവരും അല്ലെങ്കിൽ കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടാളും സമ്മതിക്കാത്ത കാര്യമാണല്ലോ. ഒരു പ്രശ്നത്തിലും ഞാൻ മോശക്കാരെന്നാരും സമ്മതിക്കാൻ ഉണ്ടാവാറില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരുടെ ഭാഗത്താണ് നിൽക്കാറ് അധിക സമയത്തും? ഇപ്പോൾ ഒരു അടിപിടി ഉണ്ടാവുകയാണ്, അത് കൊണ്ടുപോകാൻ ഭാഗത്തായിരിക്കും പലവരും നിൽക്കുക. ചിലപ്പോൾ എവിടെയെങ്കിലും തല്ലുന്നത് നല്ല കാര്യമാണെന്ന് കൊണ്ടല്ല. പക്ഷേ പലപ്പോഴും രണ്ട് സൈഡും അറിയാൻ ശ്രമിക്കണം, ഒരുപാട് അറിയണം. കാരണം ഈ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് കാണിക്കുന്ന പല റെസ്പോൺസ് ഉണ്ട്. മേ ബി അത് അപ്പുറത്തുള്ള ആൾക്ക് അതിനെ കുറിച്ച് അത്രയും ഒരു ബോധേഡായ ആളാണ്, അല്ലെങ്കിൽ കൂടുതൽ ഫസ്റ്റ് റിയാക്ട് ചെയ്ത ആളാണല്ലോ എന്നുള്ളൊരു കാര്യം ഒരു പ്രശ്നം ഉണ്ടാകുമ്പം അതൊന്ന് അനലൈസ് ചെയ്യണം. കാരണം അതിൻ്റെ രണ്ട് വശം അറിയണം. മേ ബി ഇവിടെ റീസൺ കൊണ്ടായിരിക്കാം, എപ്പോഴും അങ്ങനെയാണ് എന്നുള്ളതല്ല. പക്ഷേ രണ്ട് വശം അറിഞ്ഞില്ലെങ്കിൽ അത് മേ ബി മോർ ഡാമേജ് ആക്കായിരിക്കും. അതേപോലെ തന്നെ മോസ്റ്റ് ഓഫ് ആൾക്കാരുടെ ചിന്തയിലുള്ളൊരു കാര്യമാണ്, നമ്മൾ പ്രശ്നക്കാരനല്ല, അപ്പുറത്തുള്ള ആളാണ് പ്രശ്നക്കാരൻ, അല്ലെങ്കിൽ അയാൾ കാരണമാണ് ഞാൻ നല്ലതായിട്ട് ചെയ്തതായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഒരു ഫണ്ണായിട്ട് ചെയ്തതായിരുന്നു, അല്ലെങ്കിൽ അയാൾ എന്തിനാണ് അങ്ങനെ റിയാക്ട് ചെയ്തത്. ചിലപ്പോൾ നമ്മൾ പല പടത്തിൽ പറഞ്ഞ പോലെ ഒന്നുള്ളെന്ന് അറിയാൻ ശ്രമിച്ചാൽ തീരാവുന്ന പ്രശ്നമെന്ന് പറഞ്ഞ പോലെ പലപ്പോഴും അതായിരിക്കും പ്രശ്നത്തിൻ്റെ ഒരു ഇത്. നമ്മളറിയാൻ ശ്രമിച്ചിട്ടുണ്ടാവില്ല. ഒന്നെങ്കിൽ വാശിയോ ഈഗോ എന്ന് എപ്പോഴും പറയുന്നില്ല, ചിലപ്പം അപ്പോഴത്തെ ഒരു ഹീറ്റപ്പ് ആയതുകൊണ്ടോ പലതുകൊണ്ടായിരിക്കും. ഏതായാലും സിറ്റുവേഷൻ്റെ രണ്ട് വശം അറിയാൻ ശ്രമിക്കുക മാക്സിമം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, അത് അപ്പോഴത്തെ ഒരു കാര്യത്തിൽ ചിലപ്പോൾ നമ്മൾ റെസ്പോണ്ട് ചെയ്തത് കൊണ്ട് നമുക്കൊരു ടെൻഷനുകൾ നമ്മളൊരു കാര്യം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ആളാണ് അതല്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഒരിക്കലും അനലൈസിങ് ടൈം ഒരുപാട് നീളമൊന്നുമല്ല. പക്ഷേ സ്പോണ്ടേനിയസ് ആയിട്ട് എടുക്കുന്ന പല തീരുമാനത്തിലും ഒരു ലോങ് ടൈം ഉണ്ടാവില്ല. അത് അപ്പം ചിലപ്പോൾ റിസോൾവ് ആയിരിക്കും. അപ്പം പല പരിചയങ്ങളും തെറ്റാം, ചില ആൾക്കാർക്ക് അത് ഹേർട്ടാവാം. നമ്മളൊരു കാര്യം അറിയാതെ മുന്നോട്ടെടുക്കുമ്പോൾ വലിയ പ്രശ്നമാണ്. അപ്പം പലതും അങ്ങനെ അറിയാൻ ശ്രമിക്കുക. അപ്പോൾ മറക്കണ്ട, നിങ്ങളൊരു പ്രശ്നത്തിലാണെങ്കിൽ നിങ്ങളതെങ്ങനെ ചിന്തിക്കും, അല്ലെങ്കിൽ അതിൽ ആരെ ഭാഗത്തായിരിക്കും റൈറ്റ് റോങ് എന്ന് നിങ്ങളെങ്ങനെ ചൂസ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രൈറ്റീരിയ, അല്ലെങ്കിൽ ഒരു കോമൺ ആയിട്ടൊരു പ്രശ്നത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിനാരി വരുമ്പോൾ എങ്ങനെ ചെയ്യും എന്നുള്ളത് നിങ്ങൾ ഏതായാലും ഞാനതിലൊരു പോൾ വേണ്ട, ഞാനൊരു റിപ്ലൈ ഓപ്ഷൻ ഇടാം. അത് എനിക്ക് മാത്രം വിസിബിളാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാർ അത്യാവശ്യം നല്ല രൂപത്തിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരെ ഞാൻ പിന്നെ ചെയ്യാറുണ്ട്. അങ്ങനെയാക്കാം. ഏതായാലും
ഏതായാലും അങ്ങനെ ഒരുപാട് സിനാരിയോകൾ പലപ്പോഴും ചിന്തിക്കണം. രണ്ട് സൈഡും ഇത് ഒരുപാട് രണ്ട് സൈഡ് ഇതായി അറിയാം. പക്ഷേ കാര്യമായിട്ട് ഒരു ഫ്ലോ ഓഫ് വർക്കിന് ഒരുപാട് ഡാമേജ്ഡ് ആയിട്ടുണ്ട് ഈ വീക്ക്. അപ്പം അതുകൊണ്ടാണ് വല്ലാണ്ടൊന്നും എക്സ്പാൻഡ് ആവാൻ ഒരു പരിധി വരെ പറ്റാത്തത്. പിന്നെ അറിയാലോ, റംസാനാണ്, നോമ്പുകളുണ്ട്. അപ്പോൾ അതിൻ്റേതായ ടയേർഡ് ക്ഷീണങ്ങൾ ഒക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും പറഞ്ഞ് ഉത്തരന്നിട്ട് കാര്യമില്ല. കാരണം സമയത്തിന് മുന്നിൽ എല്ലാവർക്കും, ഈ പ്രസിഡൻറ്റിനും പ്രധാനമന്ത്രിക്കും എനിക്കും നിങ്ങൾക്കും 24 മണിക്കൂറിനുള്ളൂ. അപ്പോൾ അതൊന്നും ഒരു മാറ്ററല്ല. ഏതായാലും അടുത്ത ആഴ്ചകളിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. പ്രോമിസ്, പക്ഷേ ഞാൻ ശ്രമിക്കുന്നുണ്ട് ഓരോ ചാപ്റ്റർ എൻ്റെ അപ്പുറത്തോട്ടൊരു സ്റ്റോറി മോഡും, അതായത് ഒരു സ്റ്റോറി ലൈൻ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ ലൈക്ക് ലൂപ്പ് സ്റ്റോറിയാണ്. ഒരു ലൂപ്പിൻ്റെ ഉള്ളിൻ്റെ ലൂപ്പ്. സൈഫൈ ആണോ എന്ന് വെച്ചാൽ അറിയില്ല. ഏതായാലും അങ്ങനെ ഒരുപാട് പുതിയ കണ്ടൻറ്റുകൾ, പിന്നെ പുതിയ ആൾക്കാരോട് വീണ്ടും തെറ്റി. ഏതായാലും പുതിയ ആൾക്കാരുടെ സഹകരണങ്ങളും സേവനങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്. അതും അറിയാലോ, ഒരു ടൂൾസിനൊക്കെ ഒരുപാട് പരിമിതികളുണ്ട്. അതൊക്കെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അതൊക്കെ എന്ന് അതിലോട്ട് അച്ചീവ് ചെയ്യുമോ, അപ്പം കൂടുതൽ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഇങ്ങനെ ഒരു സിംഗിൾ ഫേസിൽ അല്ലെങ്കിൽ ഒരാളെ അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 പേരുടെ ശബ്ദം കേൾക്കാം എന്ന് ശ്രമിക്കുന്നുണ്ട്. ഏതായാലും അങ്ങനെയെല്ലാം മാറ്റങ്ങൾ വേണമല്ലോ. മാറ്റങ്ങൾ എപ്പോഴും നല്ലതിനാവാൻ ശ്രമിക്കുക. മാറ്റങ്ങൾ എപ്പോഴും അതിശയകരമായ രൂപത്തിലോട്ടാക്കാമോ. ഏതായാലും ഒരുപാട് ആൾക്കാരുടെ അതിനോണ്ടോ എങ്ങനെയാണ് ജീവിതങ്ങളൊക്കെ പോകുന്നതെന്നുള്ളത്. കാരണം ആഫ്റ്റർ കൊറോണ പലപ്പോഴും പലർക്കും റിലേറ്റബിൾ ആവാൻ പലർക്കും കഴിയുക സാഡ്നെസ്സിലൂടെ. ഹാപ്പിനെസ് പലർക്കും അവർക്ക് ഹാപ്പിനെസ് ഉണ്ട്, എനിക്ക് ഹാപ്പിനെസ് ഇല്ല. ആഫ്റ്റർ കൊറോണ എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞുകൊണ്ടല്ല, രോഗം കൊണ്ടല്ല. പക്ഷെ ആ ഒരു ടൈം പീരീഡിൽ പലരുടെ തോട്ടോളം മാറിയിട്ട് പലരും മാറിയിട്ടുണ്ട്. ഞാനെനിക്ക് പലതും ഈസി വേ എന്താണ് മറ്റത് കാണണം. ചിലപ്പം ഈ വേൾഡിൽ തന്നെ ഒരു തിങ്ക് ആയിരിക്കാം. അതായത് ഇത്ര ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർ മതി, അല്ലെങ്കിൽ ഇത്ര തിങ്ക് ചെയ്യണ ഇത്ര ഐക്യമുള്ള ആൾക്കാരുകൾ ഇനി മതി എന്നുള്ളത് കൊണ്ടായിരിക്കാം. മേ ബി ഒരു എവല്യൂഷൻ പോലെ തന്നെ ഒരു എലിമിനേഷൻ ആയിരിക്കാം ആൾക്കാരെ. അതുകൊണ്ടോ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. മരിച്ചുപോയാലും അല്ലെങ്കിൽ മരിച്ചു പോയവർ എന്ന് ഓർക്കപ്പെടുന്നു. അവരും ഭൂമിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചതാണ്. അല്ലാതെ ഈ വരുന്ന അല്ലെങ്കിൽ ഇതും എൻ്റെ കഥ ആയതുകൊണ്ട് ഞാൻ മാത്രമാണതെന്നല്ല. ഒരുപാട് ആൾക്കാർ ഭൂമിയിലുണ്ട്, അവർക്ക് റെസ്പെക്റ്റ് ചെയ്യുന്നു. ഏതായാലും ഇനി പുതിയ മാറ്റങ്ങളായിട്ട് പുതിയ സ്റ്റോറി ലൈനുകളായിട്ടും വരാം. അതുവരേക്കും ബൈ.